ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയാം, മോഷൻ ഇൻ 2 and 3 dimension എന്ന് പറയാം. ആക്ച്വലി ഇത് പണ്ടൊക്കെ 3 ചാപ്റ്ററായിട്ടാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഒന്ന്, അത്യാവശ്യം വേണ്ട കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, വെക്ടേഴ്സ് എന്നുള്ള ഹെഡിങ്ങിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ പ്രൊജക്റ്റൈൽ മോഷൻ, പിന്നെ സർക്കുലർ മോഷൻ. പക്ഷെ ഇതെല്ലാം നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന് മോഷൻ ഇൻ എ പ്ലെയിനോ മോഷൻ ഇൻ 2 dimension ആക്കി. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ തുടങ്ങും മുൻപ്, അതായത് കീമിൻ്റെ നിങ്ങളുടെ തയ്യാറെടുപ്പിനായിട്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ 2 വർഷമായിട്ട് ഫസ്റ്റ് ഇയർ ഔട്ട് ഓഫ് ടച്ചാണ്, 1 വർഷത്തിന് മേലെയായി ഫസ്റ്റ് ഇയറും. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ മുഴുവനും യു ആർ ബിസി വിത്ത് സെക്കൻഡ് ഇയർ ടോപ്പിക്സ്, യു ആർ തിയറി എക്സാമിനേഷൻ, മോഡൽ പേപ്പേഴ്സ്, പ്രാക്ടിക്കൽ റെക്കോർഡ്സ്. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട്, ബ്രഷപ്പ് ചെയ്യാനായിട്ട് ടോപ്പിക്സ് ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ ഈ അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതിന് എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, CBSEക്കും സ്റ്റേറ്റിനും പ്രത്യേകം ബാച്ചസ് ഉണ്ട്, ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്കതിനിങ്ങനെ കണക്കൂട്ട് ചെയ്യാൻ മതി. ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. എങ്ങനെ ബ്രഷപ്പ് ചെയ്യും? നമ്മൾ ഒന്ന് ചെറിയൊരു തിയററ്റിക്കൽ സപ്പോർട്ട് ആദ്യം കൊണ്ടുവരും, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, പിന്നെ കുറച്ച് മോക്ക് ടെസ്റ്റ് നടത്തും, അത് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് കിട്ടും. അത് വളരെ യൂസ്ഫുള്ളാണ്. അത് ഓൺലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഓഫ്ലൈൻ കോൺടാക്ട് ക്ലാസ്സസ് ഉണ്ട്. CBSE കുട്ടികളുടെ പരീക്ഷ നേരത്തെ കഴിയുമല്ലോ, അതുകൊണ്ട് അവരുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നത് March 13th സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ വേറെ അതർ ബോർഡ്സും നമ്മൾ തുടങ്ങുന്നത് March 18th. അപ്പോൾ നല്ലൊരു ചാൻസാണ്. നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ഇവിടെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. എവറിത്തിങ് ഈസ് ദെയർ. ഓക്കെ, നൗ അതിന് പുറമെ ഞങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ബോർഡ് പഠനത്തിനായിട്ട് ഞങ്ങൾ ഓരോന്നിൻ്റെയും ചാപ്റ്റർ വൈസ് NCERT ബുക്ക് പ്രകാരം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. ഇത് ഉദ്ദേശിക്കുന്ന മെയിൻലി +1 +2 സ്റ്റുഡൻസിനാണ്. ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററും നമ്മൾ സ്പെഷ്യലായിട്ട് NCERT ക്വസ്റ്റ്യൻസും എക്സസൈസസും അതേ ഓർഡറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി വി ആർ എയിമിങ് ഫോർ +1 +2 സ്റ്റുഡൻസ്. ഇനി കീമിനും നീറ്റിനും വരാൻ പോകുന്ന JEE മെയിൻസിന് തയ്യാറാവുന്ന അഡ്വാൻസ് കുട്ടികൾക്കും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നൗ വിൽ സ്റ്റാർട്ട് വിത്ത് അവർ ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു ഒരു വലിയ ചാപ്റ്ററാണ്. എന്നിരുന്നാലും ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് അധികം കാണുന്നില്ല. എന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്യണമല്ലോ. അപ്പോൾ 2 dimension പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമുക്ക് വെക്റ്റർ റെസൊല്യൂഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ റിസോൾവിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു എനി നമ്പർ ഓഫ് കോമ്പണൻസ്, അല്ലേ? എത്ര കോമ്പണൻസ് വേണമെങ്കിൽ അങ്ങ് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കോമ്പണൻസ് ആർ ആഡഡ്, വി മസ്റ്റ് ഗെറ്റ് ദ ഒറിജിനൽ വെക്റ്റർ. ഈ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അത് 3 dimensional സ്പേസിൽ റെക്ടാങ്കുലർ കോമ്പണൻസ് ആണെങ്കിൽ 3 കോമ്പണൻസ് ആകാം.
പ്ലെയിനിലെ കോമ്പണൻസ് ആണെങ്കിൽ 2 കോമ്പണൻസ് ആകാം. ഒരു കോമ്പണൻറ്റ് കോസ് കോമ്പണൻറ്റും മറ്റേ കോമ്പണൻറ്റ് സൈൻ കോമ്പണൻ്റ് ആണ്. വിത്ത് ഹൂം ആംഗിൾ ഈസ് മെയ്ഡ് അഡ്ജസൻറ്റ് കോമ്പണൻറ്റ് എന്ന് പറയും. അത് കോസ് ആണ്, മറ്റേ കോമ്പണൻറ്റ് സൈൻ കോമ്പണൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ വെക്ടറിനെ റിസോൾവ് ചെയ്തിട്ട് 2 അല്ലെങ്കിൽ 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ഷനിലെ 3 1 ഡയമെൻഷണൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു. അപ്പോൾ ആ 2 ഡയമെൻഷൻ്റെയും 3 ഡയമെൻഷൻ്റെയും ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി കുറച്ച് കൊണ്ടുവന്ന് അത് 1 ഡയമെൻഷണൽ പ്രോബ്ലംസാക്കി മാറ്റിയിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലം ചെയ്യുന്നത്. യെസ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെലോസിറ്റിയുടെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി കൊടുത്തിരിക്കുന്നത് 2i 3.0 tj. യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി വെലോസിറ്റിക്ക് എക്സ് കോമ്പണൻ്റ് ഉണ്ട്, വൈ കോമ്പണൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആക്സലറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആക്സലറേഷൻ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം 0 ആയി, സെക്കൻഡ് ടേം എന്ത് കിട്ടും? 3.0 j മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആക്സലറേഷന് ഒരു ഡയറക്ഷനിൽ മാത്രമേ ആക്സലറേഷൻ ഉള്ളൂ. ഏത് ഡയറക്ഷനിൽ മാത്രം? പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ മാത്രം. അതിൻ്റെ വാല്യൂ എത്രയാണ്? 3. ആൻസർ 2. എളുപ്പമാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. വെരി സിമ്പിൾ അപ്രോച്ച്. ഓക്കെ, വെരി സിമ്പിൾ അപ്രോച്ച്. ഇനി മറിച്ച് 2 കോമ്പണൻ്റ് ഉണ്ടായിരുന്നെങ്കിലോ, എക്സും വൈ ഉണ്ടായിരുന്നെങ്കിലോ, അപ്പോൾ നമുക്ക് ഐ ജെയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ റൂട്ട് ഓഫ് ആക്സലറേഷൻ്റെ എക്സ് കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് ആക്സലറേഷൻ്റെ വൈ കോമ്പണൻറ്റ് സ്ക്വയർ വിൽ ഗിവ് യു റിസൾട്ടൻ്റ് ആക്സലറേഷൻ. പക്ഷേ ഇവിടെ ഈ പ്രോബ്ലത്തിൽ അങ്ങനെ ആവശ്യം വരുന്നില്ല. കാരണം ഇതിന് എക്സ് കോമ്പണൻ്റ് ഇല്ല, വൈ കോമ്പണൻ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരിട്ട് കിട്ടും ആക്സലറേഷൻ എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? among the following pair of vectors 2 vectors can never have magnitude 4. മാഗ്നിറ്റ്യൂഡ് 4 വരാൻ പാടില്ല. നമുക്കറിയാം 2 വെക്ടർ ആഡ് ചെയ്യുമ്പോൾ when you are adding 2 vectors, അതായത് മാക്സിമം വരാവുന്ന വാല്യൂ എന്താണ്? എയുടെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. അതായത് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാക്സിമം, റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ മാക്സിമം, റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ മിനിമം എന്ന് പറയുന്നത് എയുടെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇതിനകത്തായിരിക്കണം. അതായത് 2 വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ, മാക്സിമം അവരുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സമ്മും മിനിമം മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് ആണ്. നമ്മുടെ വെക്ടേഴ്സ് 4ഉം റിസൾട്ടൻ്റ് വരുന്നത് 4 ആണ്. നമുക്ക് നോക്കാം. 2 യൂണിറ്റ്സും 2 യൂണിറ്റ്സും നമുക്ക് ചോദിച്ചിരിക്കുന്ന കെൻ നെവർ. 2 യൂണിറ്റ്സും 2 യൂണിറ്റ്സും പറ്റും, റിസൾട്ടൻ്റ് 4 കിട്ടും. when they are acting in same direction. നമുക്ക് വേണ്ടത് നെവർ പോസിബിൾ. അപ്പോൾ നമ്മുടെ ആൻസർ അല്ല അത്. 1 യൂണിറ്റ് ആൻഡ് 3 യൂണിറ്റ് അതും പറ്റും, മാക്സിമം 4 പറ്റും. 5 യൂണിറ്റ്സ് ആൻഡ് 1 യൂണിറ്റ് അതും പറ്റും. ഇങ്ങനെയാണ് if they are acting in opposite direction 4 പറ്റും. 7 and 2 മാക്സിമം വരുന്നത് 9ഉം മിനിമം വരുന്നത് 5 ആണ്. നമുക്ക് 4 വരണം. അപ്പോൾ ഒരിക്കലും 7ൻ്റെയും 2യുടെയും റിസൾട്ടിൻ്റെ ഒരു കാരണവശാലും എന്താവില്ല? 4 ആകില്ല. അതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. 4 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം വരാവുന്ന വാല്യൂ ഓരോ വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡിൻ്റെ സമ്മും, മിനിമം വരാവുന്ന വാല്യൂ ഓരോ വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിഫറൻസും ആണ്. അത് വരാത്തത് ആര് മാത്രമേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആംഗുലർ സ്പീഡ് ഓഫ് മിനിറ്റ് ഹാൻഡ് and second hand of a watch. Ratio angular speed നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഒമേഗ എന്നാണ്. ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ് ഒമേഗ വരുന്നത്? ആംഗിൾ ടേൺ. ഞാൻ വേർഡ്സിൽ എഴുതാണ്. ആംഗിൾ ടേൺ ഡിവൈഡഡ് ബൈ അതിന് നമ്മൾ എത്ര ആംഗിൾ എടുത്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ടൈം.
ഇനി അത് ഡിഫറൻഷ്യൽ ഫോമിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതണം? ഡി തീറ്റ ബൈ ഡി ടി. നമ്മുടെ കേസിലെ യൂണിഫോം ആണ്. നമ്മൾ പറയുന്ന രണ്ട് കേസാണ്. ആരുടെയൊക്കെയാണ്? മിനിറ്റ് ഹാൻഡിൻ്റെയും സെക്കൻഡ് ഹാൻഡിൻ്റെയും ആംഗുലർ സ്പീഡാണ്. അത് നമുക്ക് ആംഗിൾ ഡിവൈഡഡ് ബൈ ടൈമിലാണ് കാണേണ്ടത്. ഡിഫറൻഷ്യൽ പോകുന്ന കാര്യമില്ല. അപ്പോൾ ആംഗിൾ ടേണ്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം. അപ്പം ആദ്യം ഒമേഗ ഞാൻ മിനിറ്റ് ഹാൻഡ് എടുത്തു. അതാണ് ആദ്യം പറയുന്നത്, മിനിറ്റ് ഹാൻഡ്. നോക്കാം, മിനിറ്റ് ഹാൻഡ് ആയാലും സെക്കൻഡ്സ് ഹാൻഡ് ആയാലും അവർ ഹാൻഡ് ആയാലും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിളാണ് ടേൺ ചെയ്യുന്നത്? 2π ആംഗിളാണ്. 2π. ഏതൊരു ഒബ്ജക്റ്റും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, കംപ്ലീറ്റ് സർക്കിളിങ്, ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ ടേൺ 2π ആണ്. അതാരായാലും നമുക്ക് ആദ്യം എടുക്കാം, കാരണം അത് നമുക്ക് നോൺ ആണ്, 2π ആണ്. മിനിറ്റ് ഹാൻഡിൻ്റെ ഒരു തവണ കറങ്ങുമ്പോൾ അത് 2π ആണ്. കറസ്പോണ്ടിങ് സമയം എന്താണ്? ഒരു മിനിറ്റ് അല്ല, 60 മിനിറ്റ്സ് ആണ്. സെക്കൻഡ്സിലാക്കുമ്പോൾ എന്താണ്? 60 × 60 ആണ്. ഇനി ഒമേഗ സെക്കൻഡ്സ് ഹാൻഡ് ആയാലും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെയും ആംഗിൾ 2π തന്നെ. അവിടുത്തെ സമയം 60 ആണ്. നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ഒമേഗ മിനിറ്റ് ഹാൻഡ് ഡിവൈഡഡ് ബൈ ഒമേഗ സെക്കൻഡ്സ് ഹാൻഡ് എന്തുവരും? 2π/60 × 60. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണമല്ലോ. 60 ഡിവൈഡഡ് ബൈ 2π, ദാറ്റ് ഈസ് 1:60. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്നുമില്ല. അതുപോലെ നമുക്ക് എർത്തിൻ്റെ ആംഗുലർ സ്പീഡ് കാണാം, ഒരു അവർ ഹാൻഡിൻ്റെ ആംഗുലർ സ്പീഡ് കാണാം, എന്ത് വേണമെങ്കിലും കാണാം. ഈ മെത്തേഡ്, അതായത് ഒരു നോൺ ആംഗിളും ആ നോൺ ആംഗിളിന് വേണ്ടി വരുന്ന സമയവും. ഇവിടെ നമുക്ക് നോൺ ആംഗിൾ എന്ന് പറയുന്നത് ഫുൾ റൊട്ടേഷൻ്റെ ആണ്, അത് 2π ആണ്. ഓക്കെ, ആൻസർ 1:60. ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി എന്താണ്? തീറ്റ ഈസ് എഫ്. നൗ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം വെക്ടർ ഓപ്പറേഷൻസ് എന്നായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രൊജക്റ്റൈൽ മോഷനാണ്. നമുക്കവിടെ ചോദിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു മാക്സിമം ഹൈറ്റ് അറ്റൈൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഫോർമുല V0² sin 2θ/g. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുല 2V0 sin θ/g. മാക്സിമം ഹൈറ്റിൻ്റെ ഫോർമുല V0² sin θ/2g. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു റിസൾട്ടും കൂടി ഉണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. R/h ഒരു ഫോർമുല ഉണ്ടാക്കാം. ദാറ്റ് കംസ് ടു ബി 4 cot theta. When you write the expression of R, write the expression of H, will be getting 4 cot theta. നമുക്ക് വളരെ ആവശ്യമെന്നൊരു ഫോർമുലയാണ്. അതുപോലെ h/ടൈം ഓഫ് ഫ്ലൈറ്റ് സ്ക്വയർ, അത് g/8 ആണ്. അതുപോലെ r/ടൈം ഓഫ് ഫ്ലൈറ്റ് സ്ക്വയർ, അത് ½ g cot theta. നമുക്ക് ആവശ്യം വരുന്ന 3 ഫോർമുല ആണിത്. മൂന്നും നമുക്ക് ആവശ്യം വരുന്നതാണ്. അത് നിങ്ങൾ ഒന്ന് ഡിറൈവ് ചെയ്താൽ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കും. ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഫെമിലിയർ ആണെങ്കിൽ കുഴപ്പമില്ല, ഫെമിലിയർ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറക്കില്ല. നമുക്ക് വളരെ അത്യാവശ്യം വരുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് റേഞ്ചും ഹൊറിസോണ്ടൽ റേഞ്ചും പിന്നെന്താണ് ഹൊറിസോണ്ടൽ റേഞ്ചും ഹൈറ്റും തമ്മിലുള്ള റിലേഷനാണ്. ഹൊറിസോണ്ടൽ റേഞ്ചും ഹൈറ്റും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്. ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് ഹൈറ്റ് റിലേഷൻ. വാട്ട് ഈസ് ദാറ്റ്? റിപ്പീറ്റ് ചെയ്യുന്നു. R/h is equal to 4 cot theta. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 ഈക്വൽ ആണ് അല്ലേ? എൻ്റെ അർത്ഥം എന്താ? R/h 1 ആണ്. 1 is equal to 4 cot theta. അപ്പോൾ cot theta 1/4 ആയി.
ടാൻ തീറ്റ 4 ആയി. അത്രേ ഉള്ളൂ. നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് റിഗർഗറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുക. ആറിൻ്റെ ഇക്വേഷൻ ഏതാ, എച്ചിൻ്റെ ഇക്വേഷൻ ഏതാ, ഡിവൈഡ് ചെയ്യുക. അതുപോലെ ആ എച്ചിൻ്റെ ഇക്വേഷൻ ഏതാ, ടൈം ഓഫ് ഫ്ലൈറ്റ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഏതാ, അങ്ങനെ നിങ്ങൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിലേഷനാണ്. യെസ്, എനിക്ക് സമയമുണ്ട്. ഇവിടെ എന്താണ് ആൻസർ 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. വെലോസിറ്റി ഓഫ് എ സ്വിമ്മർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ 10 km/h and against the flow 6 km/h. ഫസ്റ്റ് കേസിലെ ഇയാൾ വെലോസിറ്റി ഓഫ് സ്വിമ്മറിന് ഞാൻ അയാളുടെ സ്ട്രൈക്കിംഗ് സ്പീഡ് എന്ന് പറയാം. വെലോസിറ്റി ഓഫ് സ്വിമ്മർ, അയാളുടെ സ്ട്രൈക്കിംഗ് സ്പീഡ്. വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്റ്റിൽ വാട്ടറിന് വിത്ത് റെസ്പെക്റ്റിൽ. ഇനി റിവർ ഫ്ലോ VR എന്ന് എഴുതുന്നു. ഫസ്റ്റ് കേസിലെ കേസ് 1 ഇയാൾ സ്വിം ചെയ്യുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസൾട്ടൻറ്റ് വെലോസിറ്റി ഓഫ് മാൻ ആൻഡ് റിവർ ടുഗദർ വിൽ ബി എത്രയായിരിക്കും? VM + VR. എത്രയാണ്? VM + VR. ഓക്കെ, ദറ്റ് ഈസ് ഗിവൺ ടു ബി 10 km/h. ആൻഡ് കേസ് 2 ഇയാൾ എഗൻസ്റ്റ് റിവർ ഫ്ലോ ആണ്, അല്ലേ? യെസ്, റിവർ ഫ്ലോ ഇപ്പോഴും ടൂവേഴ്സ് റൈറ്റ് തന്നെ മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇയാൾ സ്വിം ചെയ്യുന്നു റിവർ ഫ്ലോയിലും കൂടിയ വെലോസിറ്റിയിലാണ്. അതുകൊണ്ട് ഈ ക്യാൻ ഏബിൾ ടു ഗോ എഗൻസ്റ്റ് ദ വാട്ട്? യെസ്, അത് 6 km ആണ്. അപ്പോൾ സ്പീഡ് വരുന്നത് VM - VR 6 ആണ്. ഞാൻ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ആഡ് ചെയ്താലേ നമുക്ക് കിട്ടും. എത്രയാണ്? VR ക്യാൻസലായി പോയി. 2VM = 16, giving you VM = 8 km/h. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. When a cricket ball hits at an angle 45 degrees with initial velocity 40 m/s, ball falls on the ground at a distance of 160 meters. If he hits the ball at the same angle with an initial velocity of 50 m/s, ball will fall at a distance. Ball will fall at a distance ഉദ്ദേശിക്കുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്, അല്ലേ? എത്ര ദൂരെ വന്ന് ബോൾ വന്ന് ഹിറ്റ് ചെയ്യും, ആ ഹിറ്റ് ചെയ്ത പോയിന്റിൽ നിന്നും എത്ര ദൂരെ മാറി ബോൾ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് റേഞ്ച് ആണ്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച്. നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഫോർമുലയുണ്ട്. V0² sin 2θ / G. ഞാൻ NCERT നൊട്ടേഷൻ ഉപയോഗിക്കുന്നത് V0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനോ സ്ട്രൈക്കിങ്ങോ ആണ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. റേഞ്ചിൻ്റെ ഫോർമുലയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ സെയിം ആണ്, അല്ലേ? സെയിം ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, G സെയിം ആണ്. ഇനി വ്യത്യാസം വരുന്നത് ആര് മാത്രം? വെലോസിറ്റിയിൽ മാത്രമല്ലോ. നമ്മൾ കൂടുതൽ എഴുതി സമയം കളയണ്ട. എന്തെഴുതാം? റേഞ്ച് ഇൻ ഫസ്റ്റ് കേസ് ബൈ റേഞ്ച് ഇൻ സെക്കൻഡ് കേസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ഫസ്റ്റ് കേസിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ സെക്കൻഡ് കേസിൻ്റെ സ്ക്വയർ. നമുക്ക് ഇത്രയൊന്നും നീട്ടി വലിച്ച് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഐഡന്റിഫൈ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റേഞ്ചാണ്. റേഞ്ചിലെ ആര് മാത്രമേ വാരി ചെയ്യുന്നുള്ളൂ? വെലോസിറ്റി മാത്രമേ വാരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ റേഷ്യോ എടുത്താൽ മതി. ഇനി നമുക്ക് പറയുന്നത് ഫസ്റ്റ് കേസിൽ 160 ആണ്. R1 എന്ന് പറയുന്നത് 160 ആണ്. R2 കണ്ടുപിടിക്കണം. ഇനി V01 by V02. V01 40 ആണ്, V02 50 ആണ്. അതിൻ്റെ സ്ക്വയർ that comes to be 16/25. അപ്പോൾ R2 എന്ത് വരും? R2 will be 160 × 25 divided by 60. നിങ്ങളുടെ കാൽക്കുലേഷന് ഒരു സ്ട്രെയിനും ഇല്ല. എല്ലാ വാല്യൂസ് നമുക്ക് എളുപ്പത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന. 16 ക്യാൻസലായി പോയി. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ക്വസ്റ്റ്യൻ പ്രൊജക്റ്റൈൽ മോഷനായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ സർക്കുലർ മോഷൻ. ഞാൻ പറഞ്ഞില്ലേ 3 ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഞങ്ങളുടെ ബുക്കുകളിൽ നിന്ന് നോക്കിയാൽ കാണാം. ഒന്ന് വെക്ടേഴ്സ്, ഒരു മാത്തമാറ്റിക്കൽ ഹെൽപ്പ്,
പിന്നെ പ്രൊജക്റ്റൈൽ മോഷൻ, നമ്മളത് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? റിസോൾവിങ് ഇൻ ടു 2 components. One component making the body move along the horizontal direction, other one taking it vertically up. We treat separately. Wherever we require, we mix it up. സർക്കുലർ മോഷനും ആരുടെ എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? 2-dimensional മോഷൻ്റെ എക്സാമ്പിൾ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ബോൾ മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് 0.5 meter ഫ്രം A to B in root 2 seconds. ആവറേജ് വെലോസിറ്റിക്ക് നമുക്ക് ഫോർമുല ഉണ്ടല്ലോ. എന്താണത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. അത്രയും ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ട സമയം. ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന A to B ആണ്. A to B ഡിസ്പ്ലേസ്മെന്റ്. A to B ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. A to B displacement. Yes. The സർക്കിളിൻ്റെ റേഡിയസ് ആണ് 0.5 meter. അപ്പോൾ ഇതും 0.5 meter തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് AB ആണ്. AB ബൈ ടൈം. AB എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്. നമുക്ക് നേരിട്ട് എഴുതാം 0.5 √2 ഡിവൈഡഡ് ബൈ ടൈമും √2 ഇട്ടിട്ടുണ്ട്. √2 ക്യാൻസൽ, നമുക്ക് നേരിട്ട് ആൻസർ കിട്ടി 0.5. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു കൺഫ്യൂഷനും ഇല്ല. 0.5 ആണ് ആൻസർ. യെസ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇതിപ്പോൾ A to B പോകുന്നതിന് പകരം ഒരു സെമി സർക്കിൾ, സർക്കുലർ പാത്തിലോ ഫുൾ സർക്കിളോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ. ഓക്കെ, യെസ്. ഇനി പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ദെൻ ക്വാണ്ടിറ്റി ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ്, ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ. എല്ലാവർക്കും അറിയാം, അതിന് പറയുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. രണ്ടും ചേഞ്ച് ചെയ്യുന്നു. ബോഡി സർക്കുലർ പാത്തിൽ ടേൺ ചെയ്യുമ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നു. എന്ന് ബിയിലേക്ക് പോയി. ആംഗിൾ ടേൺ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്തു, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്തു, ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പം നമ്മുടെ ഓപ്ഷൻ അല്ലാതെ വെലോസിറ്റി യൂണിഫോം, സ്പീഡ് യൂണിഫോം ആണെങ്കിലും വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ കാരണം നിങ്ങൾക്കറിയാം. എന്താ കാരണം? ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി സ്പീഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേറൊന്നും നോക്കാനില്ല. എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല? സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ യൂണിഫോം സർക്കുലർ മോഷനിൽ ഒരു ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ്റെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതിൻ്റെ വാല്യൂ v²/r. തീർച്ചയായിട്ടും വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, r കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കോൺസ്റ്റന്റ് ഉള്ളൂ. എന്ത് കോൺസ്റ്റന്റ് അല്ല? ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കും. കാരണം ആക്സിലറേഷൻ എപ്പോഴും എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യണം? ടുവേഴ്സ് ദി സെന്റർ. ആക്സിലറേഷൻ മസ്റ്റ് ഡയറക്റ്റ് ടുവേഴ്സ് ദി സെന്റർ. ഇപ്പം എപ്പോഴും ടുവേഴ്സ്, ഇപ്പോൾ എയിലായിരിക്കുമ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ അല്ലേ? ടുവേഴ്സ് സെന്റർ. ബിയിലായിരിക്കുമ്പോൾ ടുവേഴ്സ് സെന്റർ. സിയിലായിരിക്കുമ്പോൾ അപ്പോൾ മാഗ്നിറ്റ്യൂഡ് v²/r ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ആക്സിലറേഷനും യൂണിഫോം അല്ല. വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും മാറും, മൊമെന്റവും മാറും. അപ്പോൾ ഒരാൾ മാത്രമേ മാറാത്തുള്ളൂ, സ്പീഡ്. നമുക്ക് വേണമെങ്കിൽ വേറെയും പോയിന്റ്സ് പറയാം. പിന്നെന്താ മാറാത്തുള്ളത്? കൈനറ്റിക് എനർജി മാറില്ല. സ്പീഡ് മാറാത്തതുകൊണ്ട് കൈനറ്റിക് എനർജി മാറില്ല. ആംഗുലർ സ്പീഡ് v കോൺസ്റ്റന്റ് ആണെങ്കിൽ ആംഗുലർ സ്പീഡിന്റെ ഫോർമുല v/r ആണ്. വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, ആറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ഇനി
direction of omega is along the axis, either getting out or getting into it. ആന്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഒമേഗ ഗെറ്റിംഗ് ഔട്ട് ആണ്, ക്ലോക്ക് വൈസിലാണ് ഗെറ്റിംഗ് ഇൻ ടു ആണ്. അപ്പൊ ബോഡി എവിടെയായിരുന്നാലും ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, മാത്രമല്ല ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്. ഒന്നാലെ ഗെറ്റിംഗ് ഔട്ട് ഓർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് മോഷൻ. അതുകൊണ്ട് ആംഗുലർ സ്പീഡും അതിന്റെ കോൺസ്റ്റന്റ് ആണ്. ലീനിയർ സ്പീഡ് കോൺസ്റ്റന്റ്, ലീനിയർ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, പക്ഷെ ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ആംഗുലർ സ്പീഡും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ സ്പീഡും കൈനറ്റിക് എനർജിയും കോൺസ്റ്റന്റ് ആണ്, ബാക്കിയൊക്കെ മാറുന്നതായിരിക്കും. അടുത്ത ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ വെക്ടർ I plus J plus with y axis. നോക്കാം, നമുക്ക് ഒരു വെക്ടർ, ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ ഇൻ എ സ്പേസ് ആണ്. വെക്ടർ ഹാസ് എക്സ് വൈ സെഡ് കോമ്പണൻസ്. നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടർ, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ വെക്ടർ വിത്ത് വൈ ആക്സിസ്. നമുക്ക് വൈ ആക്സിസിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇമാജിൻ എ വെക്ടർ, ഞാനതിനെ ബി വെക്ടർ എന്ന് പറയുന്നു. ബി വെക്ടർ, ബി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് ആംഗിൾ എല്ലാം അറിയണ്ടേ, ഡയറക്ഷൻ അറിയണ്ടേ. ഞാൻ കൺവീനിയൻസിനെ ഏറ്റവും ചെറിയ വെക്ടർ എടുത്തു, ബി വെക്ടറിന്റെ അത് യൂണിറ്റ് വെക്ടർ എടുത്തു. യൂണിറ്റ് വെക്ടർ ഐ മീൻ ഏറ്റവും എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റിയ വെക്ടർ. എനിക്ക് വേണ്ടത് എയും ബിയും തമ്മിൽ ആംഗിൾ ആണ്. അപ്പോൾ ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇവിടെ പ്രശ്നമല്ല. അപ്പോൾ ഞാൻ എന്തെടുത്തു, വി ഹാവ് ടേക്കൺ അലോങ് വൈ ആക്സിസ് അല്ലേ, ഞാൻ ജെ എന്നെടുത്തു. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന വെക്ടർ അലോങ് വൈ ആക്സിസ് യൂണിറ്റ് വെക്ടറാണ്. എനിക്ക് എയും ബിയും തമ്മിലുള്ള ആംഗിൾ കാണണം, അതാ ചോദിച്ചിരിക്കുന്നത്. നമുക്കതിനൊരു ഒഫീഷ്യൽ ഫോർമുലയുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് കാണാനുള്ള ഒഫീഷ്യൽ ഫോർമുല ഇങ്ങനെയാണ്: എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇതാണ് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കാണാനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോർമുല. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ. ഇനി കുറെ കാര്യങ്ങൾ നമുക്ക് വെക്ടറിൽ ഓർത്തിരിക്കണം. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ we have to consider the terms in which who are coming, I dot I coming, J dot J coming, K dot K coming. ബാക്കി ടേംസ് എല്ലാം സീറോ വരും. വെക്ടർ ഐ ജെ കെ ഫോമിലാണ്. വെൻ യു ടേക്ക് ഡോട്ട് പ്രൊഡക്റ്റ് യു ഹാവ് ടു ടേക്ക് ദ ടേംസ് ഇൻ വിച്ച് ഐ ഡോട്ട് ഐ കമ്മിങ്, ജെ ഡോട്ട് ജെ കമ്മിങ്, കെ ഡോട്ട് കെ കമ്മിങ്. ബാക്കി എല്ലാ ടേംസും സീറോ ആയി പോകും. ഇവിടെ ഒരു ടേം മാത്രമേ നമുക്ക് ലൈവ് ആയിട്ടുള്ളൂ, അത് ജെ ഡോട്ട് ജെ വരുന്ന ടേമാണ്. ജെ ഡോട്ട് ജെ 1 ആണ്. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിൽ 1 ആയി. എ ഡോട്ട് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇനി എയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഐ പ്ലസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു ബി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബിയുടെ ഡയറക്ഷനാണ് ബേസിക്കലി വേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന വെക്ടർ യൂണിറ്റ് വെക്ടറാണ്. കാരണം എനിക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം, അത് 1 ആണ്. എന്ത് കിട്ടി? 1/3 കിട്ടി. ഇതാണ് cos theta is 1/√3. Therefore, theta is equal to cos inverse 1/√3. ഇവിടെ ഐ ജെ കെ എല്ലാം സിമിലർ ആയതുകൊണ്ട് ആംഗിൾ മെയ്ഡ് ബൈ ദ വെക്ടർ വിത്ത് വൈ എക്സ് ആക്സിസും കോസ് ഇൻവേഴ്സ് 1/√3 തന്നെയാണ്. സെഡ് ആക്സിസും 1/√3 തന്നെയാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? Two bodies are projected with angles of projection theta and 90 minus theta with same speed. Then the ratio between their time of flights. Okay. നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കേണ്ട. ആദ്യം ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആംഗിൾസ് കോംപ്ലിമെൻ്ററി ആണ്. ആംഗിൾസ് കോംപ്ലിമെൻ്ററി ആണെങ്കിൽ സെയിം സ്പീഡ് ഓഫ് പ്രൊജക്ഷനിൽ നമുക്ക് ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, റേഞ്ചസ് ഈക്വൽ ആയിരിക്കും. ഫോർ ഗിവൺ സ്പീഡ്, ഒരേ സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു, ആംഗിൾസ് ഓഫ് പ്രൊജക്ഷൻ കോംപ്ലിമെൻ്ററി ആണെങ്കിൽ എന്താണ്? ദി റേഞ്ച് വിൽ ബി സെയിം ആയിരിക്കും. നമുക്ക് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുല എഴുതാം. ടൈം ഓഫ് ഫ്ലൈറ്റ്സ് ഫോർമുല is equal to 2v0 sin theta
ഡിവൈഡഡ് ബൈ ജി. എല്ലാവർക്കും അറിയാം, ഞാൻ ഉപയോഗിക്കുന്ന NCERT നൊട്ടേഷനാണ്. V0 ആണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. യു ഉപയോഗിച്ചാലും എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ V0 സെയിം ആണ്, G സെയിം ആണ്. ഇനി ആര് മാത്രമേ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിസൈഡ് ചെയ്യുന്നുള്ളൂ? സൈൻ തീറ്റ ടേം മാത്രം. അപ്പോൾ ദിസ് വിൽ ബി സൈൻ ഓഫ് θ1 ബൈ സൈൻ ഓഫ് θ2. θ1 തീറ്റയാണ്, ദാറ്റ് ഈസ് സൈൻ തീറ്റ. θ2 90 മൈനസ് തീറ്റയാണ്, അത് കോസ് തീറ്റയാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, that comes to be tan theta. Yes. ഇനി ഹൈറ്റിന്റെ റേഷ്യോ എടുത്താലേ ഇതുപോലെ തന്നെ വരും. അത് സൈൻ θ1 ബൈ സൈൻ θ2, സോറി, സൈൻ θ1 ബൈ സൈൻ θ2 ഹോൾ സ്ക്വയർ, അത് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലേ. ഇത് 3 കാര്യങ്ങൾ. ആദ്യം നമ്മൾ റേഞ്ചിന്റെ റേഷ്യോ പറഞ്ഞു, അത് നമ്മൾ നേരിട്ട് പ്രസന്റ് ചെയ്തു. അതായത് for given speed of projection, given velocity of projection, angles of projection same ആണെങ്കിൽ ഒന്ന് റേഞ്ചിന്റെ റേഷ്യോ 1, ടൈം ഓഫ് ഫ്ലൈറ്റ് റേഷ്യോ ടാൻ തീറ്റ, ഹൈറ്റിന്റെ റേഷ്യോ ടാൻ സ്ക്വയർ തീറ്റ. നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തിൽ ഓർത്തിരിക്കാനുണ്ട്? പ്രൊജക്റ്റൈൽ മോഷനിൽ അത്രയും ഫോർമുലകളുണ്ട്. isn't it? നിങ്ങൾ ബൈ പ്രാക്ടീസ്, ബൈ ഡൂയിങ് പ്രോബ്ലംസ് യു ക്യാൻ റിമെമ്പർ ഇറ്റ്. ഓക്കെ, that's all about നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ. നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ 10 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഒരു റിവിഷൻ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് കാണും മുൻപായിട്ട് ഒന്ന് ഈ ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്യുക, ഫോർമുലകളൊന്ന് എഴുതുക. ഇറ്റ്സ് ബെറ്റർ, ഒന്ന് റൈറ്റ് ഇറ്റ്. നമുക്ക് ആവശ്യം വരുന്ന റെഗുലർലി ഉപയോഗിക്കുന്ന ഫോർമുല ഒന്ന് എഴുതുക, ജസ്റ്റ് ഒന്ന് നോക്കുക, മെത്തേഡ് ഒന്ന് നോക്കുക. എന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഒത്തിരി ക്വസ്റ്റ്യൻ സോഴ്സസ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന് പ്രത്യേക ഒരു മാജിക്കോ മന്ത്രോ തന്ത്രമോ ഒന്നുമില്ല. നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ, എല്ലാം വളരെ അമീക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡു ദ പ്രാക്ടീസ്. നിങ്ങളിപ്പോൾ ബോർഡ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളായാലും ഒരു 1/4 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നഷ്ടമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ പോർഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.